ഒരു ചായ, ഒരു കടി, ഒരു നേരം മനുഷ്യന്. കടയേതായാലും കടി നന്നായാൽ മതി. ജാതി ചോദിക്കരുത്, പറയരുത്. പറ്റുമെങ്കിൽ പറിച്ചു കൊണ്ടുപോയി കൊള്ളണം. മനസ്സിലായില്ലേ? എടോ ജാതിത്തെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്തതായി വിഡ്ഢികളെ പോലെ ജാതിയുടെ പിന്നാലെ ഓടാനൊന്നും നമ്മളെ കിട്ടുന്നില്ല. എന്താ തിരുമേനി ഓടണത്? വീട്ടിൽ ആർക്കെങ്കിലും ആപത്തുണ്ടായോ? കുടുംബത്തിന് യാതൊരു ആപത്തുണ്ടായില്ല, സമുദായത്തിനാ. എന്താ സംഭവിച്ചെന്ന് വെച്ചാ അങ്ങോട്ട് തെളിച്ച് പറയാ. ഇനി പറയാനൊന്നുമില്ല, ചെയ്യാനേ ഉള്ളൂ. നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പാടില്ല. എന്ത്? നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ പള്ളി പണിയണു. ആണോ? ശിവ ശിവ. എടാ കുമാര, എന്താ? രാഘവ, നാരായണ, സതീശ, കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് ഓടി വാടാ. എത്തിക്കഴിഞ്ഞു. അച്ഛോ, അറിഞ്ഞില്ലേ? പള്ളി പണിയാൻ സമ്മതിക്കില്ലെന്ന്. സമ്മതിക്കില്ലെന്നോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്. പള്ളി പണിയാണ് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പള്ളി പണിഞ്ഞിരിക്കും. കപ്പ്യാരെ, മണിയടിച്ചോളി കൂട്ടുക. കുര്യാക്കോസ്, മാർക്കോസ്, ലാസറ്, ജോസഫ്, ചാക്കോ, ഓടി വാടാ. ഇതെന്താ ഓണം പ്രമാണിച്ച ആളുകൾ കയ്യിൽ ആയുധങ്ങളായി അമ്പലത്തിന് മുന്നിൽ കൂടിയിട്ടുണ്ടല്ലോ. ചേട്ടാ, എന്താ പ്രശ്നം? ഹൈ, മാവേലി അറിഞ്ഞില്ലേ? അമ്പലത്തിന്റെ മുമ്പില് പള്ളി പണിയണു. ശിവ ശിവ. അങ്ങനെയോ? അത് ശരിയല്ലല്ലോ. അതെ, പള്ളി പണിയണമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ പള്ളി പണിഞ്ഞിരിക്കും. മാവേലി പ്രശ്നത്തിൽ ഇടപെടണ്ട, മനസ്സിലായ? എന്നാ അത് കണ്ടിട്ടേ കാര്യമുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ പണിയടാ. യുദ്ധം നടക്കും ഇവിടെ, യുദ്ധം. നിർത്താനാ പറഞ്ഞേ. അച്ഛനും നിർത്തും, നമ്പൂരി നിർത്ത്. ഇവിടെ പള്ളി പണിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പള്ളി പണിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ ഇവിടെ പള്ളി പണിയണമെന്ന്? പറയടാ. എന്നോട് പറഞ്ഞ മാധവനാണ്. എന്നോട് പറഞ്ഞത് പാത്രോസ് ആണ്. എന്നോടാരും പറഞ്ഞില്ല, ഞാൻ ഇടി കാണാൻ വേണ്ടി വന്നതാ. നമ്പൂതിരിയോട് ഇത് ആരാ പറഞ്ഞേ? ഇല്ല തപ്പല്ല, അല്ലാണ്ട് ആരാ? എന്നോട് പറഞ്ഞ കാതറ, ഈ സ്ഥലത്തിന്റെ ഓണർ. അതെ, ഞമ്മളാണ് പറഞ്ഞത് ഇവിടെ പള്ളി പണിയണമെന്ന്. ഞമ്മള് പറഞ്ഞ പള്ളി പണിതിരിക്കും. ശിവ ശിവ. അപ്പൊ ഇവരുടെ പള്ളിയാ അല്ലേ? അതെ, എന്റെ സ്ഥലത്ത് പള്ളി പണിയണത് കൃഷി ചെയ്യാനാ. എന്തേ കേക്കണേ? കൃഷി ചെയ്യാൻ പള്ളി പണിയേ? എന്റെ പൊന്നു മാവേലി, ഈ പള്ളി പള്ളി എന്ന് പറയുമ്പോ ഇവരുദ്ദേശിക്കണ പള്ളിയല്ല ഈ പള്ളി. എടാ പള്ളി. എന്താ തമ്പ്രക്ക? ദേ, ഈ പുള്ളിയാണ് നമ്മുടെ സ്ഥലത്ത് പണിയെടുക്കണ പണിക്കാരൻ. പള്ളി പറഞ്ഞു കൊടുക്കണ പള്ളി. എന്റെ പേര് പള്ളിയിലും എന്റെ പെങ്ങളുടെ പേര് വള്ളിന്ന് വിട്ടതപ്പോ എന്റെ കുറ്റമാണ്. നിങ്ങൾ ആര് പണിയെന്ന് പറഞ്ഞാലും ഈ പള്ളി പണിയും. എനിക്ക് ജീവിക്കണ്ടേ തമ്പ്ര? ഈ പള്ളിയുടെ ഒരു കാര്യം. അതെ, ഈ ജാതിയും മതമൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, അല്ലാതെ പരസ്പരം തല്ലുണ്ടാക്കാൻ ഉണ്ടാക്കിയതല്ല. ഇതാ പറഞ്ഞത്, കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കരുതെന്ന്. അവിടെ കയറെടുക്കാൻ പറയുന്നു, അവിടെ കാളെ പെറ്റുന്ന തോന്നണേ. കാള പറ്റതൊന്നുമല്ല, ചാണ്ടി വെള്ളം അടിച്ചു വന്ന് അവിടെ പൂരം തുടങ്ങിയൊക്കെയാണ്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിടമയ്യത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചെത്ത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കള്ള് കൊടുത്തത് ചെല്ലപ്പൻ. പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ. അത് നിന്റപ്പൻ. അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്.
പട്ടയെടുത്ത് കറക്കി എറിഞ്ഞത് കൊണ്ടത് ചാണ്ടിട നെഞ്ചത്ത്. ഇത് കണ്ട് രസിക്കാനായി അയൽവാസി വർക്കിച്ചേട്ടൻ ഗമയോടെ ആ രംഗത്തെത്തി. ചാണ്ടീരെ നേരെ എറിഞ്ഞ് ഒതിക്കാത്ത തേങ്ങയൊരെണ്ണം വർക്കിയുടെ നേർക്ക് പാഞ്ഞു. ചെന്ന് പതിച്ചത് വർക്കിട മർമ്മത്ത്. കുടുകൂടെ ചാണ്ടി കുടിച്ചുടൻ സർബത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്. പട്ടയടിച്ചു ഇറങ്ങിയ നേരത്ത്